പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സാരി ബ്ലൗസിൻ്റെ കൈ വെട്ടുന്ന ഒരു വീഡിയോ ഇടണമെന്ന് എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നു. അതിന് കൃത്യമായ ഒരു കണക്കും ഒരു വീഡിയോ ഇടാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ സാരി ബ്ലൗസ് നമ്മൾ കൈ വെട്ടുമ്പോൾ എപ്പോഴും മേളിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് തള്ളണം. ആദ്യം മേളുവശത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് തള്ളിയിട്ട് എത്രയാണ് ഇറക്കം, ആ ഇറക്കം കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യുമ്പോൾ 1 ഇഞ്ച് കയറ്റി വെച്ച് വേണം മാർക്ക് ചെയ്യാൻ. തുണിയുടെ ആ മടക്കിൽ നിന്ന് 1 ഇഞ്ച് കയറ്റി മാർക്കിട്ട് 2 മാർക്ക് ഇതുപോലെ കൊടുക്കണം. എന്നിട്ട് കറക്റ്റ് വരയ്ക്കണം. വരയ്ക്കുന്ന കാര്യത്തിൽ ഒരു കാരണവശാലും നമ്മൾ വേണ്ടി വിചാരിക്കില്ല. കാരണം നമുക്ക് പഠിക്കാൻ വേണ്ടിയല്ലേ. കറക്റ്റ് ആ കൈനീളം രണ്ടിടത്ത് മാർക്ക് ചെയ്തിട്ട് 1.25 എമ്മിങ്ങിന് 1.25 കൊടുക്കാം, 1 ഇഞ്ച് കൊടുക്കാം, 3/4 ഇഞ്ച് വേണമെങ്കിലും തുണിയുടെ അളവനുസരിച്ച് നമുക്ക് കൊടുക്കാം. ആ താഴെ തേര് പീസിൻ്റെ ഭാഗങ്ങളൊക്കെ വന്ന് ചിലർ വിലങ്ങം വെട്ടാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് 3/4 ഇഞ്ചാണെങ്കിലും മതി. കഴിവൊന്നും കൈ വിലങ്ങം വെട്ടല്ല. അപ്പോൾ താഴെ 1 ഇഞ്ച് വേണേൽ കൊടുക്കാം, 3/4 ഇഞ്ച് കൊടുക്കാം, 1.25 വേണേലും കൊടുക്കാം. അത് പ്രത്യേകം നിങ്ങൾ ഓർക്കുക. തുണിയുടെ ഏക്കം അനുസരിച്ച് നമുക്ക് എങ്ങനെയാണെങ്കിൽ അങ്ങനെ നോക്കാം. തുണിക്ക് ഒട്ടും നീളവില്ലേ, നമ്മൾ കൈ പീസ് അടിച്ചു മറിക്കാറും ഉണ്ട്. അത് നമ്മുടെ ഒരു ഐഡിയ പരമായിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ നമ്മൾ താഴോട്ട് താക്കുന്ന ഒരു അളവെന്ന് പറഞ്ഞാൽ ബോഡി വണ്ണത്തിൻ്റെ 1/10, അതായത് 30 ഇഞ്ച് വണ്ണമുള്ള കൈയാണ് നമ്മൾ വെട്ടുന്നത്. ആ വണ്ണത്തിൻ്റെ 1/10 പറയും 3ആണ്. ആ 3 ഇഞ്ചാണ് സർവ്വസാധാരണമായിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഒരു ക്ലാസിക്കൽ കണക്ക്. എന്ന് പറഞ്ഞ് 50 ഇഞ്ച് വരുമ്പോൾ അതിൻ്റെ 1/10 നമ്മൾ കൊടുക്കാനും സാധിക്കത്തില്ല. കുറേ വ്യത്യാസങ്ങളും വരും. ഇതിപ്പോൾ ഒരു ക്ലാസിക്കലായിട്ടൊരു കണക്കെന്ന് പറയുമ്പോൾ 30ൻ്റെ 1/10, ആ 3 ഇഞ്ച് നമ്മൾ അവിടെ താക്കണം. ഇവിടെ താത്ത് വെട്ടിയിട്ട് നമുക്ക് മൊത്തം ചുറ്റളവ് നമുക്ക് കിട്ടേണ്ടത്, ഇപ്പോൾ താഴെ നമ്മൾ 10 ഇഞ്ച് കൈ ലൂസ് അതാദ്യം മാർക്ക് ചെയ്യുന്നു. നമുക്ക് മൊത്തം വണ്ണത്തിൻ്റെ 4/1 കിട്ടുന്നത്. 7.5 ഇഞ്ച് നമുക്ക് മിനിമം, 7.5 ഇല്ലെങ്കിൽ 1/4 ഇഞ്ച് കൂട്ടി 7.25 മിനിമം നമുക്ക് തീർന്ന് കിട്ടിയിരിക്കണം. 10 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യണം ആദ്യം. എന്നിട്ട് കറക്റ്റ് ഇങ്ങനെ ചെരിച്ച് ഇതിലോട്ട് മാർക്ക് ചെയ്യണം. ഇതാണ് കൈയുടെ ഏറ്റവും മുകളിലത്തെ ഒരു സ്കെച്ച്. നിങ്ങളൊന്ന് വെട്ടി നോക്കണം ഇതേ. ഇനി ഇതുപോലെ ഷേപ്പുള്ളൊരു സ്കെയിൽ എടുത്തിട്ട് ആ സ്കെച്ച് താഴെയും മേളിലും ഇങ്ങനെ തന്നെ വരയ്ക്കണം. ഒരു കട്ട് പീസ് എടുത്താലും ആദ്യം വെട്ടി വരച്ച് നോക്കണം നമ്മുടെ കണക്കുമായിട്ടും അളവുമായിട്ടൊക്കെ ഒത്തുവരുന്നുണ്ടോ. എന്നിട്ട് വെട്ടിയ ബാഗ് പീസ് വെച്ച് നമ്മൾ ചുറ്റളവ് അളന്നും നോക്കണം. സ്കെയിൽ വെച്ചിരിക്കുന്ന കണ്ടോ, ഇതുപോലെ തന്നെ സ്കെയിൽ വെക്കണം. സ്കെയിൽ വെക്കുന്ന ഒരു രീതിയാണിത്. സ്കെയിൽ എല്ലാവരുടെയും കാണുമ്പോൾ സ്കെയിൽ എങ്ങനെ വെച്ച് വരയ്ക്കണം എന്ന് നമ്മൾ പഠിച്ചിരിക്കണമല്ലോ. കറക്റ്റ് അങ്ങനെ തന്നെ വെക്കുക. താഴോട്ടൊരു ചെറിയ ക്രോസ്, അതായത് നമ്മൾ ഹെമ്മിങ്ങിനിടുമ്പം മേളിലോട്ട് ചുളിവ് വരാതിരിക്കുക ഒരു ക്രോസിൽ തന്നെ കട്ട് ചെയ്യണം. ഇനി 1.25 ഇഞ്ച് വിടുന്ന നമ്മൾ ബാഗ് പീസൊക്കെ വെട്ടുമ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, 1.25 ഇടണം. 1.25 ഇട്ടിട്ട് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്കെയിൽ കയറ്റി വെച്ച് നമ്മൾ അങ്ങനെ ഒരു മാർക്ക് കൂടെ കൊടുക്കണം. മനസ്സിലായോ? ഇങ്ങനെയാണ് കൈയുടെ ആ 1.25 നമ്മൾ നേരെ തന്നെ അങ്ങ് വെട്ടിയാൽ മതി. അതിലേക്ക് ഷേപ്പിൻ്റെ ആവശ്യമില്ല. നോക്കി എങ്ങനെ കൈയുടെ ഒരു സ്കെച്ച് കിടക്കുന്നതെന്ന് കറക്റ്റ് അങ്ങനെ വരച്ച് കൊടുക്കണം കേട്ടോ. കൈയുടെ ഒരു പൂർണ്ണമായൊരു സ്കെച്ച് ഇപ്പം നിങ്ങൾക്ക് മനസ്സിൽ വന്നിട്ടുണ്ട്. നമ്മുടെ അളവും ഇതും വെച്ച് നിങ്ങൾക്ക് തന്നെ നോക്കാം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന അളവ് എത്രത്തോളമാണോ അളവ് വെച്ച് അളവ് നോക്കണ്ടോ. 30ൻ്റെ 4/1 7.5. അപ്പം നിങ്ങൾ വെട്ടിയ ബാക്ക് പീസ് ആണെങ്കിലും വെച്ച് നോക്കിയിട്ട് വേണം കൈ വെട്ടാൻ. ഇതൊന്ന് നോക്കി എങ്ങനെ ഉണ്ടെന്ന്. ഇനി മേല് വശത്ത് അങ്ങനെ വെട്ടുക കണ്ടോ. ഇങ്ങനെ തന്നെ വരച്ചിട്ട് തീർച്ചയായും നിങ്ങൾ വെട്ടി നോക്കണം. ഒരു ഭാവന അനുസരിച്ചുള്ള ഒരു മെഷർമെൻ്റ് ഉള്ളൊരു കൈ നമുക്ക് വരുന്നുണ്ടോ എന്ന് വെട്ടി നോക്കണം. ഇപ്പോൾ ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒരു പേപ്പറിലൊക്കെ വെട്ടി നോക്കിയാൽ ഏകദേശം മനസ്സിൽ ഇതുപോലൊരു സ്കെച്ച് വരുന്നുണ്ടോ, എത്രത്തോളം വരുന്നു നോക്കണം. ഇനി അവിടെ അർക്കാത്ത് മാർക്ക് കൊടുത്തു കണ്ടോ. ഇനി നമ്മൾ തിരിച്ചെടുത്തു, ഇറക്കത്തിൻ്റെ അവിടെ മാർക്ക് കൊടുത്തു. ഈ ചോക്ക് മാർക്ക് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കൈവണ്ണം താഴെ എഴുതി വിടണം. ചോക്ക് മാർക്ക് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഈ കൈയുടെ എന്നിട്ട് അവിടുന്ന് 1.25 തള്ളണം. ഈ ഏറ്റവും മേലിന് ഇവിടുന്ന് 1.25 തള്ളണം. തള്ളിയിട്ട് ഇപ്പം ഞാൻ ഒരു ചോക്ക് മാർക്ക് ഇട്ടിട്ടുണ്ട് കണ്ടോ. ഇതാണ് നമ്മൾ ഫ്രണ്ട് 3/4 ഇഞ്ച് സെൻറ്ററിൽ നിന്ന് കുഴിച്ചു വെട്ടണം. ഈ 1.25ൻ്റെയും ആ 1.25ൻ്റെയും നടുക്ക് ആ ഒരു കുഴി വരണം. അപ്പോൾ കറക്റ്റ് നിങ്ങൾ മനസ്സിൽ പ്രതീക്ഷിക്കുന്ന ഒരു കൈ വന്നു. 3/4 ഇഞ്ച് അവിടെ തീർച്ചയായിട്ടും കുഴിഞ്ഞിരിക്കണം. അതാണ് ഫ്രണ്ട് പീസ് നമ്മൾ കയ്യിൽ കുഴിച്ച് വെട്ടുന്നത്. എപ്പോഴും ഈ ഒരു കണക്ക് പ്രത്യേകം ഓർത്തിരുന്നോണം.
നിങ്ങൾ അളവെടുത്ത് വെട്ടുമ്പോൾ നമുക്ക് ഇത് പ്രത്യേകം വേണം. നമ്മളോട് ആരെങ്കിലും സംശയം ചോദിച്ചാലും നമുക്കത് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് മേലുവശം തന്നെ നമുക്ക് വെട്ടാം, താഴെ നിന്നും വെട്ടാം, നമ്മുടെ സൗകര്യാർത്ഥം. ഇങ്ങനെ തന്നെ വെട്ടിയെടുക്കുക. കണ്ടോ, ഇതാണ് കൈയുടെ യഥാർത്ഥ സ്കെച്ച്. ആ വെട്ടിയെടുത്ത പീസ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കൈയുടെ ഒരു ഷേപ്പ് ഉണ്ടോ, എത്രത്തോളം ഭംഗിയായി. ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്ത് വെട്ടാൻ നിങ്ങൾ പഠിക്കണം. വെട്ടിയെടുത്ത പീസ് കണ്ടോ, സ്കെയിലിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ നമുക്ക് മനസ്സ് വെച്ചാൽ വെട്ടാൻ പറ്റും. കണ്ടോ, സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, കമൻ്റ് ഇടണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ആ അഭിപ്രായം മാനിച്ചുകൊണ്ട് വേണം അടുത്ത വീഡിയോ ഇടാൻ. എല്ലാവർക്കും ഒത്തിരി നന്മകൾ നേരുന്നു. എല്ലാവരും വെട്ടിപ്പടിക്കുക, നല്ല വൃത്തിയായിട്ട് തയ്ച്ചു കൊടുത്ത് പണം സമ്പാദിക്കുക. താങ്ക് യു.